ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് 1 മാസം കഴിഞ്ഞിട്ടാണ്. ഒന്നും കുഴപ്പമില്ല. ഹലോ രംഗണ, നമുക്കിപ്പോൾ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുക? അമ്പാനെ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെട്ടേ പറ്റൂ, അല്ലാണ്ട് ശരിയാവില്ല. അമ്പാൻ എൻ്റെ അടുത്ത് പിസ്റ്റൽ ഇല്ലാണ്ട് വേറെ അധികം ഗണ്ണൊന്നുമില്ല, അത് വെച്ച് രക്ഷപ്പെടായിരുന്നു. എൻ്റെ അടുത്ത് സ്റ്റിക്കി ബോംബ് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് നല്ല പവർഫുള്ളാണ്. ശരി, എന്നാൽ പിന്നെ ആ ബോംബ് എടുത്താക്ക്. ഓക്കെ ശരി, ഞാൻ ആക്കാം. ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടെ നിറയെ സ്റ്റിക്കി ബോംബ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിറയെ ഇടാം, അതായിരിക്കും നല്ലത്. ഇവിടെ എങ്ങനെ ഇടാം ഗൈസ്? അങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഫോണിൽ ആക്ടിവേറ്റ് ചെയ്യാം. ഞാൻ ഇത്തിരി മാറിക്കട്ടെ. 3, 2, 1 ലെറ്റ്സ് ഗോ. ഗൈസ്, അങ്ങനെ ജയിലൊക്കെ തുറന്നിട്ടുണ്ട്. നമുക്ക് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഗൈസ്, ഇനി നമുക്ക് രക്ഷപ്പെടാം ഇവിടെ നിന്ന്. ഗൈസ്, നമുക്കിത് 1 സ്റ്റാർ വാണ്ടറ്റിൽ വന്നു. രംഗണ്ണ റെഡി ആയില്ലേ? വണ്ടിയിൽ കയറിയില്ലേ? ഗൈസ്, നമുക്ക് എവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ നോക്കണം, അല്ലാണ്ട് ശരിയാവില്ല. ഈ പോലീസുകാർ നമ്മളെ വെറുതെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ ജുറാസിക് പാർക്കിൻ്റെ അവിടേക്ക് പോവുക. എൻ്റെ അടുത്ത് ആകെ ഉള്ളത് ഈ ഒമ്നിയാണ്, അതും ഇപ്പോൾ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുക. ഒന്നും സാരില്ല. നമുക്ക് എൻ്റെ അടുത്ത് പിന്നെ ഒരു 90 ലക്ഷമൊക്കെ ഉണ്ട് കേട്ടോ. അത് ഈ രംഗണ്ണൻ ജയിലിന് നമ്മൾ രക്ഷപ്പെടാൻ സഹായിച്ചില്ല, അതിന് രംഗണ്ണൻ എനിക്ക് 90 ലക്ഷം തന്നു. ഒരു 10 ലക്ഷം ആയെങ്കിൽ ഒരു 1 കോടി ആയത് തന്നെ. ഒന്നും സാരില്ല, നമുക്ക് 90 ലക്ഷമൊക്കെ ധാരാളം. ഗൈസ്, നമുക്കിനി ജുറാസിക് പാർക്കിലേക്ക് നേരെ പോവുക. അങ്ങനെയൊക്കെയോ എത്തി. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ഈ വണ്ടിയിൽ ഇറങ്ങാം. രംഗണ്ണ വണ്ടിയിൽ തന്നെ ഇരുന്നോട്ടാ, നമുക്ക് മാത്രം ഇറങ്ങിയാൽ മതി. എവിടെ പോലീസുകാർ കാണാനില്ല, ഈ വാണ്ടറ്റിലേലും പോകണില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, പിസ്റ്റലിൻ്റെ ഇത് വെച്ച് നോക്കാം. ഇവിടെ ആരും ഇല്ലല്ലോ പോലീസുകാർ. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ? നമുക്ക് എവിടെ നിന്ന് രക്ഷപ്പെടാം? ശരി, നമ്മുടെ വാണ്ടറ്റിലേൽ പോയാ എന്നാൽ പിന്നെ ശരിക്കും രക്ഷപ്പെടാം, അതായിരിക്കും നല്ലത്. ഇനി നമുക്ക് വേഗം രക്ഷപ്പെടാം ഗൈസ്. നമുക്ക് വേഗം പോവാം, അതായിരിക്കും നല്ലത്. അമ്പാനെ, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണ്? അമ്പാനെ, നീയില്ലേ ഒരു ഡിഫൻഡർ അടിച്ചു മാറ്റണം. അത് ഗോൾഡൻ ഡിഫൻഡറാ, റിയൽ ഗോൾഡാണ്, ഫേക്ക് ഗോൾഡ് ഒന്നുമില്ല. അതിന് 25 കോടിയാണ്. 25 കോടിയാ? അങ്ങനെയാണെങ്കിൽ രംഗണ്ണൻ എനിക്ക് എത്ര തരും? എനിക്ക് 5 കോടി തരാം. ഓക്കെ, ലൊക്കേഷൻ അയച്ചു തരുമോ? ലൊക്കേഷൻ ഞാൻ അവിടെ എത്തിയിട്ട് അയച്ചു തരാം. ഓക്കെ ഗൈസ്, ഇനി ഏതായാലും നമുക്ക് നമ്മളെ സ്ഥലത്ത് പോവാം. നമ്മളെ സ്ഥലം കുറച്ച് പേർക്കൊക്കെ അറിയുള്ളൂ. ആ കഴിഞ്ഞ പാർട്ടിൽ ഫസ്റ്റ് നമ്മളൊരു സ്ഥലത്തും തുടങ്ങിയില്ല, അതാണ് ഗൈസ്. അങ്ങനെ രംഗണ്ണൻ എനിക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, എനിക്ക് ലൊക്കേഷൻ കിട്ടി. രംഗണ്ണൻ പിന്നെ വീട്ടിൽ പോയി ഗൈസ്. ഇത് റോഡിൽ വലിയ വണ്ടിയില്ല, അതടിച്ചു മാറ്റിയിട്ട് ആ വണ്ടി എടുത്ത് വീട്ടിൽ പോയി ഗൈസ്. നമുക്കിത് ചെയ്താൽ 5 കോടി കിട്ടും, കറക്റ്റായി ചെയ്താലേ കിട്ടുള്ളൂ, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ഇനി നമുക്ക് നേരെ ആ സ്ഥലത്ത് പോവുക, അതായിരിക്കും നല്ലത് ഗൈസ്. ഞാനേ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട്, വേറൊന്നുമില്ല. എനിക്ക് ഈ വണ്ടി വെറുതെ ഡാമേജ് ആവാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ റിപ്പയർ ചെയ്തു. നമുക്കിനി നേരെ പോവാം. എൻ്റെ മോനെ, അതേ ആ വണ്ടി കിടക്കണോ ഗൈസ്? അത് റിയൽ ഗോൾഡാണ് കേട്ടോ. കണ്ടാൽ ഫേക്ക് ഗോൾഡ് പോലെ തോന്നും, പക്ഷേ അത് റിയൽ ഗോൾഡാണ് ഗൈസ്. നമുക്കിനി ഏതായാലും ഈ വണ്ടി അങ്ങ് അടിച്ചു മാറ്റാം, പോലീസ് വരാണ്ടിരുന്നാൽ മതി. അയ്യോ, വണ്ടി വീഴല്ലേ എൻ്റെ മോനെ, സീനുണ്ട് ഗൈസ്. പറഞ്ഞ നാക്കെടുത്തില്ല, അപ്പോഴേക്കും 1 സ്റ്റാർ വാണ്ടറ്റിലേൽ വന്നു ഗൈസ്. ഇനി ഒരു വഴിയുമില്ല, നേരെ രക്ഷപ്പെടാൻ നോക്കാം, അതായിരിക്കും നല്ലത്. ഗൈസ്, നിങ്ങൾക്ക് 1 സ്റ്റാർ വാണ്ടറ്റിലേൽ വന്നു. ഞാൻ എപ്പോൾ വണ്ടി അടിച്ച് മാറ്റുമ്പോഴും 1 സ്റ്റാർ വാണ്ടറ്റിലേൽ വരും, അതെന്താണ് അങ്ങനെ? ഈ വണ്ടി ഒരു ഡോറ് പോയല്ലോ. നമുക്ക് റിപ്പയർ ചെയ്യാം. നമ്മുടെ പിന്നെ 90 ലക്ഷം ഇല്ലേ, അത് വെച്ച് റിപ്പയർ ചെയ്യാം. ഇത് ചെയ്താൽ പിന്നെ നമുക്ക് കുറേ കോടികൾ കിട്ടും. 5 കോടിയാണ് കിട്ടുക. ഈ 5 കോടി എന്നൊക്കെ പറയുമ്പോൾ സാധാ പൈസയൊന്നും ഇല്ല, നിറയെ കാശുണ്ടാവും.
കൂടി എന്നൊക്കെ പറയുമ്പോൾ. ഗൈസ് അങ്ങനെ ഞാൻ ജുറാസിക് പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ജുറാസിക് പാർക്കിൻ്റെ ഉള്ളിൽ പോവാം. ഈ വാതിൽ തുറക്കുമ്പോഴേക്കും നാളെയാവും. ഈ വാതിൽ തുറക്കുമ്പോൾ ഒരു സ്ലോമോ ഉണ്ട്, അതെനിക്കിഷ്ടമില്ല. വാതിൽ തുറക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുറക്കണം. ആ വാതിൽ ഇനിയും അടഞ്ഞിട്ടില്ല. പിന്നെയും അടഞ്ഞു. ഇനിയിപ്പോൾ പിന്നെയും തുറക്കുമോ? ചിലപ്പോഴേ തുറക്കുള്ളൂ. അവിടെ വാണ്ടർ ലെവലിൽ പോയാൽ മതിയായിരുന്നു. ഗൈസ് അങ്ങനെ എൻ്റെ വാണ്ടർ ലെവലൊക്കെ പോയിട്ടോ. ഇനി നമുക്ക് നേരെ അവിടെ നിന്ന് രക്ഷപ്പെടാം. അതായിരിക്കും നല്ലത്. രക്ഷപ്പെടുന്ന മുമ്പ് ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം. അതായിരിക്കും നല്ലത്. റിപ്പയർ ഷോപ്പ് ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ജുറാസിക് പാർക്കിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു റിപ്പയർ ഷോപ്പ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു വെള്ള ബിൽഡിങ് കണ്ട, ചെറുത്, ഒരു ഷട്ടറൊക്കെ ഉള്ളത്. അവിടെയാണ് ഗൈസ് റിപ്പയർ ഷോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ ആ റിപ്പയർ ഷോപ്പിലേക്ക് പോവാം. ഗൈസ് അങ്ങനെ ഞാൻ റിപ്പയർ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം. പിന്നെ ഓടിച്ചാ ഇനി വണ്ടി റിപ്പയർ ചെയ്യാം. ചേട്ടാ ഈ വണ്ടി റിപ്പയർ ചെയ്യോ? ഓക്കെ. ഗൈസ് എൻ്റെ വണ്ടിയൊക്കെ അങ്ങനെ റിപ്പയർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് പോവാം. അതായിരിക്കും നല്ലത്. നേരെ നമ്മുടെ സ്ഥലത്ത് പോവാം. രംഗണ്ണൻ നമ്മളെ സ്ഥലത്ത് വന്നിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് പോവും. നമുക്ക് നേരെ നമ്മളെ സ്ഥലത്തേക്ക് പോവാം. നമ്മളെ സ്ഥലം പറയണത് അധികം ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെ. അതുകൊണ്ട് നമുക്ക് നേരെ പോവാം. അതായിരിക്കും നല്ലത്. അമ്പാനെ നീ അടിച്ചു മാറ്റിയ? ആരെങ്ങാണ് അടിച്ചു മാറ്റി? ശരി, 5 കോടി അവിടേക്ക് സെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ വരും, നീ ഒന്ന് വെയിറ്റ് ചെയ്യും. ശരി, ഓക്കെ.